എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 63 മുതൽ 67 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ 5 ശ്ലോകങ്ങളിലും രാമായണത്തിലെ കഥ, കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥയുടെ തുടർച്ച തന്നെയാണ് പറയണത്. ശ്രീരാമനും സുഗ്രീവനും തമ്മിലുള്ളതായ സഖ്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞു നിർത്തിയത്. അനുഷ്ടുപ്പ് വൃത്തത്തിലെ ശ്ലോകങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒട്ടും കൂടുതലല്ലാതെ സാമാന്യമായിട്ടുള്ള കഥയുടെ വിവരണത്തിലാണ്, അങ്ങനെയാണ് വർണ്ണന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 63-ാമത്തെ ശ്ലോകം നോക്കാം. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അവർ അഗ്നിസാക്ഷികമായിട്ട് സത്യം ചെയ്തു. ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ബാലിയെ വധിച്ചോളാം എന്ന്. അതിന് തൊട്ടു മുമ്പ് സുഗ്രീവൻ ശ്രീരാമനും സത്യം ചെയ്തു കൊടുത്തു, താൻ നഷ്ടപ്പെട്ടു പോയ സീതയെ കണ്ടുപിടിച്ച് കൊടുത്തോളാം, തൻ്റെ സൈന്യത്തെ അതിനായിട്ട് ഉപയോഗിച്ചോളാമെന്ന്. അതിനുശേഷം അപ്പോൾ ബാലിയെ കൊല്ലാമെന്ന് ശ്രീരാമൻ ഏറ്റുല്ലോ. ബാലിയുടെ വധത്തെ പറ്റിയിട്ട് സുഗ്രീവൻ്റെ മനസ്സിൽ വലിയ ആശങ്കകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബാലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭീകരനായിട്ടുള്ളൊരു കുരങ്ങനാണ്. അതുകൊണ്ട് ബാലിയെ വധിക്കാൻ ശ്രീരാമനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചുരുക്കി പറയുകയാണ് കവി. നമുക്ക് ആദ്യം 63-ാമത്തെ ശ്ലോകം നോക്കാം. വാലിനശ്ച ബലം തത്ര കഥയാമാസ വാനരഃ സുഗ്രീവശ്ചങ്കിതശ്ചാസീൻ നിത്യം വീര്യേണ രാഘവേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബാലിയുടെ ശക്തിയെ പറ്റിയിട്ടും പറഞ്ഞു കൊടുത്തു. അതാണ് തത്ര. അങ്ങനെ പറയണതിൻ്റെ കൂട്ടത്തിൽ വാനരനായിട്ടുള്ള ആ സുഗ്രീവൻ ബാലിന ബലം കഥയാമാസ, ബാലിയുടെ ബലത്തെ പറ്റിയിട്ട് ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ബാലി, സുഗ്രീവന് തന്നെ നല്ല ബലമുണ്ട്. സുഗ്രീവനെ തോൽപ്പിച്ചവനാണ് ബാലി എന്നുള്ളത് കൊണ്ട് ഭയങ്കര ശക്തിമാനാണ്. ബാലിയെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ബാലിയുടെ ശക്തിയെ പറ്റിയിട്ടും ശ്രീരാമനോട് സുഗ്രീവൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അതെന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് അടുത്ത വരിയിൽ പറയാണ്. സുഗ്രീവ ശങ്കിതശ്ചാസീൻ നിത്യം വീര്യേണ രാഘവേ. വാനര സുഗ്രീവ, വാനരനായിട്ടുള്ള ആ സുഗ്രീവൻ ശങ്കിത, അദ്ദേഹത്തിനൊരു ശങ്ക ഉണ്ടായിരുന്നു, ഒരു സംശയം ഉണ്ടായിരുന്നു. ശ്രീരാമൻ്റെ വീര്യം ബാലിയെ കൊല്ലത്തക്ക വിധത്തിലുണ്ടോ, ബാലിയെ കൊല്ലാൻ തക്കതായിട്ടുള്ള ശക്തി ശ്രീരാമനുണ്ടോ എന്നുള്ള കാര്യത്തിൽ സുഗ്രീവനൊരു സംശയം ഉണ്ടായിരുന്നു. അതാണ് രാഘവേ വീര്യേണ ശങ്കിത സുഗ്രീവ നിത്യം ആസീത്. വീര്യത്തിൻ്റെ കാര്യത്തിൽ രാഘവന് എത്ര കണ്ട് ഉണ്ടായിരുന്നു, എത്ര കണ്ട് ശക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നില്ല, സുഗ്രീവനൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബാലി നിസ്സാരക്കാരനല്ല എന്നുള്ള കാര്യം ശ്രീരാമന് പറഞ്ഞു കൊടുത്തത് സുഗ്രീവൻ. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ 64-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. രാഘവ പ്രത്യയാർത്ഥം തു ദുന്ദുഭേഃ കായമുത്തമം ദർശയാമാസ സുഗ്രീവോ മഹാപർവത സന്നിഭം. അങ്ങനെ അതിനുശേഷം ദുന്ദുഭി എന്നു പേരുള്ള ഒരു അസുരൻ്റെ ശരീരം കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. സുഗ്രീവനും ബാലിയും തമ്മിൽ തെറ്റാനുണ്ടായ കഥ അത് തന്നെയാണ്. ദുന്ദുഭി എന്നു പേരുള്ള ഒരു അസുരനുമായിട്ട് ബാലി ഏറ്റുമുട്ടുകയും അതിൽ ബാലിയുടെ വധം ആണ് ഉണ്ടാകുന്നതെങ്കിൽ സുഗ്രീവൻ കാണുന്ന ആ ചിഹ്നം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ദുന്ദുഭി കേൾക്കുകയും ദുന്ദുഭി സ്വയം മരിക്കാൻ നേരത്തെ തൻ്റെ ശരീരത്തിൽ നിന്ന് ദ്രവങ്ങൾ പുറപ്പെടുവിച്ചിട്ട് പുറത്തു നിൽക്കുന്ന സുഗ്രീവനെ തെറ്റിദ്ധരിപ്പിച്ചു മരിച്ചത് ബാലിയാണെന്ന്. അപ്പോൾ ആ അസുരൻ അവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് കരുതിയിട്ട് സഹോദരനെ കൊന്നതിൻ്റെ ദേഷ്യവും ഒക്കെ കൂടി തീർക്കാനായിട്ട് സുഗ്രീവൻ ഒരു ഗുഹയിൽ വെച്ചിട്ടാണ് ഇവർ യുദ്ധം ഉണ്ടായത്. ആ ഗുഹ അമർത്തി അടച്ചിട്ട് തിരിച്ചു പോന്നു. പക്ഷേ മരിച്ചു പോയത് അസുരനായിരുന്നല്ലോ, ബാലി ജീവിച്ചിരിപ്പുണ്ട്. ബാലി എങ്ങനെയൊക്കെയോ നല്ല തൻ്റെ കഠിനമായിട്ടുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ പാറക്കല്ല് അടപ്പ് മാറ്റിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നുണ്ടെങ്കിൽ ബാലിയുടെ പത്നിയെ കൂടി സുഗ്രീവൻ തൻ്റെ പത്നിയാക്കിയിട്ട് താരെ കൂടി തൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ആ കിഷ്കിന്ധയിൽ തന്നെ 2 ഭാര്യമാരൊക്കെ ആയിട്ട് സുഖിച്ചിരിക്കുന്ന സുഗ്രീവനെയാണ് ബാലി കണ്ടത്. അതോടുകൂടിയിട്ട് ബാലിക്ക് ദേഷ്യം വരികയും
ബാലിയും സുഗ്രീവനും തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ആ രാക്ഷസൻ വധിക്കപ്പെട്ടു, ദുന്ദുഭി എന്ന പേരുള്ള രാക്ഷസൻ വധിക്കപ്പെട്ടുവെങ്കിലും ഇവരുടെ തമ്മിൽ തല്ലുകൂടൽ, ഇവരുടെ സംഘട്ടനം ഒരിക്കലും നിൽക്കുകയുണ്ടായില്ല. അങ്ങനെ ബാലിയുടെ ശക്തിയിലുള്ള പ്രഹരങ്ങളും ഒക്കെ കാരണം സുഗ്രീവൻ ആ രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഋഷ്യമുഖ പർവ്വതത്തിലേക്ക്, ബാലിക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ടായിരുന്നു, ഒരു മഹാമുനിയുടെ ശാപം കാരണം അവിടെ കയറിയാൽ ബാലി തലപൊട്ടി തെറിച്ച് മരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഋഷ്യമുഖ പർവ്വതത്തിലേക്ക് ബാലി വരില്ല എന്നറിഞ്ഞുകൊണ്ട് സുഗ്രീവൻ അവിടെ പാർപ്പ് തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ആ കഥ പോണത്. അപ്പോൾ ആ കഥയൊക്കെയാണ് സുഗ്രീവൻ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ശ്രീരാമനൊരു വിശ്വാസം വരണമല്ലോ, സുഗ്രീവനെ വിശ്വസിപ്പിക്കാനല്ല, രാമന് വിശ്വാസം വരണം. അതാണ് രാഘവ പ്രത്യയാർത്ഥം എന്ന പദം ചേർത്ത് പറയണം. ജ്യേഷ്ഠനായിട്ടുള്ള ബാലിക്ക് നല്ല ബലമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് താൻ പറയണത് വെറും വാക്കല്ല, അതിശക്തിമാനാണ് ബാലി എന്ന് ശ്രീരാമനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി, പോരാത്തതിന് ചിലത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് ഇവിടെ പറയണത്. രാഘവ പ്രത്യയാർത്ഥം തു, രാഘവനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദുന്ദുഭേഹേ ഉത്തമം കായം, ദുന്ദുഭിയുടെ ഉത്തമമായിട്ടുള്ള കായത്തെ, ഉത്തമമായിട്ടുള്ള കായം എന്നുള്ളത് കൊണ്ട് ശരീരമെന്നും ശിരസ് എന്നും ഒക്കെ അർത്ഥം പറയാം. ആ ശരീരം, അതായത് കുറച്ച് കാലം മുമ്പ് സംഭവിച്ചതാണ് ദുന്ദുഭിയെ വധിക്കൽ. ബാലി കൊല്ലുകയും ചെയ്തു. ആ പാറയുടെ ഗുഹയുടെ അടപ്പ് ഭേദിച്ചുകൊണ്ട്, വലിയൊരു പാറ വെച്ച് അടച്ചതാണ്, അതൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ബാലി വന്നിട്ട് സുഗ്രീവനെ ആക്രമിച്ചത്. അപ്പോൾ അത്രയ്ക്ക് ശക്തിമാനാണ് തൻ്റെ ഏട്ടൻ എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ ദുന്ദുഭി എന്ന് പറഞ്ഞ അസുരൻ്റെ അസ്ഥി കൂടത്തെ, എല്ലും കൂടത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ദുന്ദുഭേഹേ ഉത്തമം കായം. എങ്ങനെയുള്ളതായിരുന്നു? മഹാപർവ്വത സന്നിഭം, ഒരു വലിയ പർവ്വതം പോലെ കൂടിക്കിടക്കുന്നതായ ഈ അസ്ഥികൂടങ്ങൾ എന്നോ, അല്ലെങ്കിൽ തല കിടക്കണ കണ്ടാൽ തന്നെ ഒരു വലിയ പർവ്വതം പോലെ അത്രയ്ക്ക് വലിപ്പം തോന്നിക്കുന്നതായ ദുന്ദുഭിയുടെ ശരീരഭാഗങ്ങളെടുത്ത് സുഗ്രീവോ ദർശയാമാസ, സുഗ്രീവൻ രാഘവന് കാണിച്ചു കൊടുത്തു, ശ്രീരാമന് കാണിച്ചു കൊടുത്തു, ശ്രീരാമന് വിശ്വാസം വരാൻ വേണ്ടിയിട്ട്. അതായത് ഇത്രയ്ക്ക് വലിയൊരു അസുരനെയാണ് ബാലി കൊന്നത്, അപ്പോൾ ബാലിയുടെ ബലം എന്തായിരിക്കും എന്ന് ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ അസ്ഥികൂടം കണ്ടപ്പോൾ ശ്രീരാമൻ എന്താ ചെയ്തത് എന്നുള്ളതാണ് 65-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. ഉത്സ്മയിത്വാ മഹാബാഹു പ്രേക്ഷ്യ അസ്ഥി മഹാബല പാദാങ്കുഷ്ഠേന ചിക്ഷേപ സമ്പൂർണം ദശയോജനം. ഇവിടെ ബാലിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി തനിക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ എന്താണ് സുഗ്രീവൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചതെന്ന് പറയാണ്. തത് പ്രേക്ഷ്യ, ആ എല്ലും കൂട് കണ്ടിട്ട്, അത് മുഴുവനും കണ്ട് മനസ്സിലാക്കിയിട്ട് ശ്രീരാമൻ എന്ത് ചെയ്തു? അതാണ് അസ്ഥി പ്രേക്ഷ്യ, അസ്ഥി മുഴുവനും കണ്ടിട്ട് മഹാബല മഹാബാഹു, രണ്ട് വിശേഷണങ്ങളാണ് കൊടുക്കുന്നത്. മഹാബലനുമാണ്, ദീർഘങ്ങളായിട്ടുള്ള കൈകളുമുള്ള അതികായനായിട്ടുള്ള ആ ശ്രീരാമൻ. സ്മയിത്വ എന്നുള്ളതിന് ചിരിച്ചിട്ട് എന്നർത്ഥം. ഉത്സ്മയിത്വ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഉത് എന്നുള്ള വാക്ക് അവിടേക്കല്ല ചേർക്കേണ്ടത്, അത് ചിക്ഷേപ എന്നുള്ള ദിക്കിലേക്കാണ്, ചിക്ഷേപ എന്നുള്ള ദിക്കിലേക്കാണ് അത് ചേർക്കേണ്ടത് അത്രേ. അത് വ്യാഖ്യാനത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. ഇതൊക്കെ ഒരു വൈദിക പ്രയോഗമാണ്. വേദത്തിലാണ് ഇങ്ങനെ പ്രത്യയങ്ങൾ മാറ്റി പറയാം. ആ മായന്തു ബ്രഹ്മചാരിണ സ്വാഹ, വിമായാന്തു ബ്രഹ്മചാരിണ സ്വാഹ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. അവിടെ ആയാന്തു എന്നാണ്, അതിൻ്റെ ഇടയ്ക്കുള്ള വാക്കുകൾ മാറ്റി പറഞ്ഞിട്ട് മാ ആയാന്തു ബ്രഹ്മചാരിണ ആയാന്തു, എൻ്റെ അടുത്തേക്ക് ബ്രഹ്മചാരികളെ പഠിക്കാനായിട്ട് വരട്ടെ. അപ്പോൾ പക്ഷെ അവിടെ മുറിച്ചിട്ട് ആ എന്നുള്ള പ്രത്യയം മുറിച്ചിട്ട് ആദ്യം പറയുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെ ഉത്സ്മയിത്വ എന്നുള്ളതിൽ ഉത്ത് എന്ന് മാറ്റിയിട്ട് സ്മയിത്വ. മഹാബാഹുവും മഹാബലനുമായിട്ടുള്ള ശ്രീരാമൻ ഒന്ന് ചിരിച്ചിട്ട്, അസ്ഥി കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു, അസ്ഥി പ്രേക്ഷ്യ സ്മയിത്വ, ഇതൊക്കെ കൂടി കണ്ടിട്ട് ഒന്ന് ചിരിച്ചിട്ട് എന്താ ചെയ്തത്? പാദാങ്കുഷ്ഠേന സമ്പൂർണം ദശയോജനം ഉച്ചിക്ഷേപ, തൻ്റെ പെരുവിരൽ കൊണ്ട്, പാദാങ്കുഷ്ഠം തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ആ അസ്ഥികൾ മുഴുവനും തന്നെ, അസ്ഥിക്കൂടം മുഴുവനും തന്നെ ദശയോജനം ഉച്ചിക്ഷേപ, 100 യോജന ദൂരത്തേക്ക് എടുത്തെറിഞ്ഞു കാലുകൊണ്ട് എന്നാണ് പറയണത്. അകലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതായത് ഇതൊന്നും കണ്ടാൽ തനിക്ക് യാതൊരു പേടിയില്ല എന്നുള്ളത്
സുഗ്രീവന് കാണിച്ചു കൊടുക്കണമല്ലോ, സുഗ്രീവനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ ഒരു അസുരനെയാണ് ബാലി വധിച്ചതെന്നുള്ളത് കൊണ്ടൊന്നും തനിക്ക് പേടിയില്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഉച്ചിക്ഷേപ. തൻ്റെ പെരുവിരൽ കൊണ്ട് ആ അസ്ഥികൂടത്തെ 100 യോജന ദൂരത്തേക്ക് എടുത്തെറിഞ്ഞു അത്രേ രാമൻ. മാത്രമല്ല പിന്നെയും ചില കാര്യങ്ങൾ ചെയ്തു. അതാണ് 66-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ബിഭേദജ പുനഃസാലാൻ സപ്തൈകേന മഹേഷുണ ഗിരിം രസാതലം ചൈവ ജനയൻ പ്രത്യയം തദാ. മറ്റു ചില കാര്യങ്ങളും കൂടി അവിടെ ചെയ്യാണ്. ബിഭേദജ പുനഃ സാലാൻ സപ്ത ഏകേന മഹായിഷുണ മഹേഷുണ. ഒറ്റ അസ്ത്രം കൊണ്ട്, തൻ്റെ കയ്യിലിരിക്കുന്നതായ ഒരസ്ത്രം കൊണ്ട് എന്തു ചെയ്തു ശ്രീരാമൻ? സപ്ത സാലാൻ ബിഭേദ. 7 സാലങ്ങളെ, 7 പനമരങ്ങളെ മുറിച്ചിട്ടു. അതായത് 7 ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നതായിട്ടുള്ള 7 പനമരങ്ങളെ, സാലങ്ങളെ ഒറ്റ അമ്പുകൊണ്ട് ഭേദിച്ചവനാണ് ശ്രീരാമൻ. അങ്ങനെ സാധാരണ ഒറ്റ അമ്പ് കൊണ്ട് അത് പറ്റില്ല. അതായത് ഒരു മരത്തുമ്മ ചെന്ന് തറച്ചാൽ പിന്നെ അവിടെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവിടുന്ന് താഴെ വീഴും അസ്ത്രം. പക്ഷേ ശ്രീരാമൻ അമ്പ് തൊടുത്തപ്പോൾ ഈ വട്ടത്തിൽ നിൽക്കുന്ന 7 സാലമരങ്ങളിലേക്കും ആ അസ്ത്രം ഇങ്ങനെ മുറിച്ച് ഒന്നിനെ കടന്ന് അടുത്തതിലേക്ക് കടന്ന് അങ്ങനെ 7 എണ്ണത്തിനെയും ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയണത്. അതും ഒരു ബലപ്രകടനം തന്നെയായിരുന്നു ശ്രീരാമൻ്റെ. അതാണ് സപ്ത സാലാൻ വീണ്ടും സപ്തസാലാൻ വീണ്ടും എന്തു ചെയ്തു ശ്രീരാമൻ? 7 സാലവൃക്ഷങ്ങളെ ഏകേന മഹേഷുണ തൻ്റെ ശക്തിമത്തായ അമ്പുകൊണ്ട് ബിഭേദ മുറിക്കുകയും ചെയ്തു. മാത്രമല്ല ഗിരിം രസാതലം ച പ്രത്യയം ജനയൻ ബിഭേദ തഥാ. അപ്പോൾ പിന്നെ എന്തും കൂടി ചെയ്തു. അതായത് ഈ 3-4 കൃത്യങ്ങൾ ശ്രീരാമൻ സുഗ്രീവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യാണ്. ഒന്നാമത്തേതാണ് ഈ അസ്ഥികൂടം എടുത്ത് 100 യോജന ദൂരത്തേക്ക് എറിഞ്ഞത്. രണ്ടാമത്തേത് വട്ടത്തിൽ നിൽക്കുകയായിരുന്ന പനമരങ്ങളെ ഒറ്റ അമ്പുകൊണ്ട് മുറിച്ചിട്ടു. ഇനി 3-ാമത്തെ പ്രവൃത്തി എന്തായിരുന്നു? അസ്ത്രങ്ങളെ കൊണ്ട് പർവ്വതങ്ങളെയും പർവ്വതങ്ങളെ ബിഭേദ പർവ്വതങ്ങളെ മുറിച്ചിട്ടു. മാത്രമല്ല രസാതലത്തിലേക്ക് വരെ തൻ്റെ അസ്ത്രങ്ങളെ പ്രയോഗിച്ചു. അതൊക്കെ കണ്ടുകൊണ്ട് ശ്രീരാമൻ സുഗ്രീവന് പ്രത്യയം ജനയൻ പ്രത്യയത്തെ ഉണ്ടാക്കി, അതായത് വിശ്വാസമുണ്ടാക്കി. ശ്രീരാമന് ബാലിയെ കൊല്ലാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടാക്കി. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പ്രവൃത്തികൾ ശ്രീരാമൻ ചെയ്തത്. ഒറ്റ അസ്ത്രം കൊണ്ട് 7 പനമരങ്ങളെ മുറിച്ചു. തൻ്റെ അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് ഗിരിം പർവ്വതങ്ങളെയും രസാതലം എന്ന് പറഞ്ഞാൽ താഴത്തേക്കുള്ള 7 ലോകങ്ങളിൽ ഒന്നാണ്. ആ ഒരു ലോകത്തെയും ബിഭേദ അവിടേക്ക് വരെ തുളച്ച് അസ്ത്രം ചെന്നു എന്നർത്ഥം. എന്നിട്ട് 67-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത്? തതഃ പ്രീതമനാസ്തേന വിശ്വസ്തസ്സ മഹാകവി കിഷ്കിന്ധാം രാമസഹിതോ ജഗാമ ച ഗുഹാം തദാ. ഇതൊക്കെ കണ്ട് സുഗ്രീവന് വളരെയധികം സന്തോഷമായി. അതാണ് പറയണത്. തഥാ ഇതൊക്കെ കണ്ടപ്പോൾ ആ സമയത്ത് തേന എന്ന് വെച്ചാൽ ആ പ്രവൃത്തി കൊണ്ട് രാമൻ ചെയ്തതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരാൾക്കും ചെയ്യാൻ പറ്റുമെന്ന് സുഗ്രീവൻ ഇതുവരെ വിചാരിക്കാതിരുന്ന പ്രവൃത്തി കൊണ്ട് സന്തുഷ്ടനായിട്ടുള്ള ആ പ്രീതമനാഹ സഹ സുഗ്രീവ സന്തുഷ്ടനായ സുഗ്രീവൻ, അയാൾക്ക് വിശ്വാസം ഉണ്ടായി. വിശ്വസ്ത സ മഹാകവി ശ്രീരാമനെ പൂർണ്ണമായും വിശ്വസിച്ചവനായ ആ മഹാകവിയായിട്ടുള്ള സുഗ്രീവൻ രാമസഹിതോ കിഷ്കിന്ധാം ഗുഹാം തഥാ ജഗാമ രാമനോട് കൂടിയിട്ട് കിഷ്കിന്ധ എന്ന പേരുള്ള ഗുഹയിലേക്ക് ചെന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. അതായത് ശ്രീരാമന് ബാലിയെ കൊല്ലാൻ സാധിക്കുമെന്ന് സുഗ്രീവന് ബോധ്യമായി. അങ്ങനെ സുഗ്രീവൻ രാമനെയും കൂട്ടിയിട്ട് കിഷ്കിന്ധ എന്ന് പറഞ്ഞാൽ അവിടെ വാനരന്മാരുടെ കൊട്ടാരമാണ്, ഗുഹയിലാണ് എന്ന് വാൽമീകി എടുത്ത് പറയുന്നുണ്ട്. ആ ഗുഹയുടെ അടുത്ത് ചെന്നിട്ട് ബാലിയെ യുദ്ധത്തിനായിട്ട് പോരിന് വിളിക്കുകയൊക്കെയാണ്. അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ബാലിനശ്ചബലം തത്ര കഥയാമാസ വാനര സുഗ്രീവശങ്കിതശ്ചാസീ നിത്യം വീര്യേണ രാഘവേ രാഘവ പ്രത്യയാർത്ഥം ദുദുന്ദുഭേഃ കായമുത്തമം
ദർശയാമാസ സുഗ്രീവോ മഹാപർവതസന്നിഭം ഉത്സ്മയിത്വാ മഹാബാഹുഃ പ്രേക്ഷ്യ ചാസ്ഥി മഹാബല പാദാങ്കുഷ്ഠേന ചിക്ഷേപ സമ്പൂർണം ദശയോജനം ബിഭേദ ച പുനഃസാലാൻ സപ്തൈകേന മഹേഷുണ ഗിരിം രസാതലം ചൈവ ജനയൻ പ്രത്യയം തദാ തതഃ പ്രീതമനാസ്തേന വിശ്വസ്തഃ സ മഹാകവി കിഷ്കിന്ധാം രാമസഹിതോ ജഗാമ ച ഗുഹാം തദാ. ഇനി ബാലിയുമായിട്ടുള്ള യുദ്ധമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കാം. ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളൊക്കെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.